ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഉള്ളിയൊക്കെ മേടിച്ചിടുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയം നമുക്ക് പെട്ടെന്ന് അതങ്ങ് ചീഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ കുറച്ച് ഉപ്പ് പൊടി വിതറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊച്ചുള്ളിയൊന്നും പെട്ടെന്ന് ചീത്തയായി പോവില്ല. ഒത്തിരി നാൾ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇതേപോലെ തന്നെ കിടന്നോളും. എല്ലായിടത്തും ഇതേപോലെ ഒന്ന് കണ്ടോ ആക്കി കൊടുക്കുക. അതേപോലെ അടിഭാഗത്ത് നല്ല കട്ടിയുള്ള പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഉള്ളി വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല. നല്ല കട്ടിയുള്ള പേപ്പർ ഇട്ട് കൊടുക്കുക. അടുത്ത ടിപ്പിലോട്ട് ഇടക്കാം. നമ്മളിതേപോലെ എണ്ണയൊക്കെ ഒരുപാട് മേടിച്ച് വെക്കുന്ന സമയത്ത് അത് കനച്ച് പോകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. മുകൾ ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുമ്പം തന്നെ ആ എണ്ണയൊന്നും കനച്ച് പോകാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് നമുക്ക് അടച്ച് എത്ര നാൾ വേണേലും സൂക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര അലിഞ്ഞ് കട്ട പിടിക്കാറുണ്ട്. അതേപോലെ അലിഞ്ഞ് ഒരുമാതിരി പഞ്ചസാര പെട്ടെന്ന് തന്നെ അങ്ങ് ഒരുമാതിരി അലിഞ്ഞ് പോകാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് പൊടി ഒന്ന് മുകളിലൊന്ന് വിതറി കൊടുക്കുക. സ്വല്പം മാത്രം മതി. മുകളിൽ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പഞ്ചസാരയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. കാരണം ഒരുമാതിരി അലിഞ്ഞ് പോവില്ല, അതേപോലെ തന്നെ കട്ട പിടിക്കില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലോട്ട് എടുക്കാം. ഉഴുന്ന് പരിപ്പ്, അതേപോലെ തന്നെ റവ, ഇതിനൊക്കെ പുഴു കയറും അല്ലേ. കുറേയൊക്കെ മേടിച്ച് വെച്ച് കുറച്ച് ദിവസം നമ്മളെടുത്തില്ലെങ്കിൽ അതിനകത്തൊക്കെ വണ്ട് പുഴുവൊക്കെ ആയിട്ട് ചീത്തയായി പോകാറുണ്ട്, കട്ട പിടിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ അതിനകത്തൊരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. അപ്പോൾ റവയിലൊന്നും പുഴുവോ വണ്ടോ ഒന്നും ഇല്ലാതെ തന്നെ എത്ര നാൾ വേണേലും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടംപുളി ഇതേപോലെ കണ്ടോ, കൊർക്കാപ്പുളി കുടംപുളി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുമ്പം തന്നെ കുറച്ച് ഉപ്പ് പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതേപോലെ പിഴിപുളിയാണെങ്കിലും നമുക്ക് ഉപ്പിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ വർഷക്കണക്കിന് നമുക്ക് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ്.